Hi viewers, Mentors Group of Institution, Calicut, Palakkad, Thrissur, Kochi, Kannur. കേരള സർക്കാരിൻ്റെ AE ഓവർസിയർ പരീക്ഷകൾക്ക് വേണ്ടി കേരള PSC നടത്തുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പരിശീലനാർത്ഥികൾക്ക് വേണ്ടി പ്രധാനമായും ഉദ്ദേശിച്ചാണ് ഈ കാണുന്ന ഒരു പവർപോയിന്റ് പ്രസന്റേഷൻ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഈ കാണുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ കുറച്ച് പേർക്കെങ്കിലും ഈ കാണുന്ന ഒരു ടോപ്പിക് ചെറിയ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഈ കാണുന്ന ഒരു ടോപ്പിക് പ്രത്യേകമായി ഞങ്ങൾ എടുത്തു പറയുന്നത്. ഇവിടെ നോക്കണം, ഈ കാണുന്നതിനകത്തൊരു മെയിൻ ലൈൻ ഉണ്ട്. ആ മെയിൻ ലൈനിൽ നിന്ന് ഒരു ബ്രാഞ്ച് ലൈനും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ട്രാക്ക് മെയിൻ ലൈൻ, അതിനുശേഷം മെയിൻ ലൈനിൽ നിന്ന് ഒരു ബ്രാഞ്ച് ലൈനിലേക്ക് ഒരു ട്രാക്കും പോകുന്നുണ്ട്. ഇവിടെ കുറെ അറേഞ്ച്മെന്റ്സുകളുണ്ട്. ഈ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിനകത്ത് ഒരുപാട് അറേഞ്ച്മെന്റ്സുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നോക്കിക്കോളൂ, ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലെ, ഒരു സ്ട്രൈറ്റ് ട്രാക്ക്, അതുകൂടാതെ ഒരു ബ്രാഞ്ച് ട്രാക്ക്, സ്ട്രൈറ്റ് ട്രാക്ക്, മെയിൻ ലൈൻ, അതുപോലെ തന്നെ ഒരു ബ്രാഞ്ച് ട്രാക്ക്. അപ്പൊ ഇത്തരം രണ്ട് ട്രാക്കുകൾ ഇവിടെ പ്രധാനമായും കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ കാണുന്ന മെയിൻ ലൈനിൽ നിന്ന് ബ്രാഞ്ച് ലൈനിലേക്ക് മാറണമെങ്കിൽ ഇവിടെ ഒരു അറേഞ്ച്മെന്റ്സ് ആവശ്യമുണ്ട്. അറേഞ്ച്മെന്റ്സ് പറഞ്ഞാൽ ഇവിടെ ട്രാക്കിന്റെ ഒരു അറേഞ്ച്മെന്റ്, ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായ ഒരു അറേഞ്ച്മെന്റ്സ് ആവശ്യമുണ്ട്. ഏതാ, മെയിൻ ലൈനിൽ നിന്ന് ബ്രാഞ്ച് ലൈനിലേക്ക്, അല്ലെങ്കിൽ ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് വാഗൺസിനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചില അറേഞ്ച്മെന്റ്സ് ആവശ്യമുണ്ട്. ഈ ഒരു അറേഞ്ച്മെന്റ്സിനെ പറഞ്ഞ പേരാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ് എന്നുള്ള വാക്ക് വരുന്നത്. ഈ ഒരു അറേഞ്ച്മെന്റ്സിനെ പറഞ്ഞ പേരാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ് എന്നുള്ള വാക്ക്. ഇവിടെ നോക്കിക്കോളൂ, ഇതിനകത്ത് ഈ കാണുന്ന ഇത് മെയിൻ ഫിക്സ്ഡ് ട്രാക്കുകളാണ്. ഈ കാണുന്നതെല്ലാം ഈ 4 ഫിക്സ്ഡ് ട്രാക്കുകൾ അല്ലെ. ഇപ്പൊ അതിനകത്ത് ഈ ഫിക്സ്ഡ് ട്രാക്കിനെ ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. പകരം ഈ കാണുന്ന ഒരു ഫിക്സ്ഡ് ട്രാക്കും ഈ കാണുന്ന ഒരു ഫിക്സ്ഡ് ട്രാക്കാണ്. ഈ ഫിക്സ്ഡ് ട്രാക്കിനെ ഞാൻ സ്റ്റോക്ക് റേഞ്ച് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഫിക്സ്ഡ് ട്രാക്കിനെ സ്റ്റോക്ക് റേഞ്ച് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഈ പറഞ്ഞ പോലെ ഈ മെയിൻ ലൈനിൽ നിന്ന് ഈ ബ്രാഞ്ച് ലൈനിലേക്ക് വാഗൺ പോകണമെങ്കിൽ അവിടെ നമുക്ക് ഇവിടെ ഈ കാണുന്ന സ്ട്രെച്ചർ എന്താണ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ കാണുന്ന ആ ഡയറക്ഷൻ ഇവിടെ ഓപ്പൺ, ഒരു ഭാഗത്ത് ക്ലോസ്ഡും മറ്റേ ഭാഗത്ത് ഓപ്പൺ ആണ്. അപ്പൊ പോയിന്റ് അടിക്കുക എന്നാണ് പറയുന്നത്. പോയിന്റ് അല്ലെങ്കിൽ സ്വിച്ച്. ഇപ്പോഴും ഇതിനെ കുറിച്ച് വേറെ അവനെ നമ്മൾ പറയുന്ന ഓരോരോ വീഡിയോ, ഓരോരോ സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ മെയിൻ ലൈനിൽ നിന്ന് ബ്രാഞ്ച് ലൈനിലേക്ക് ഡയറക്ഷൻ ചെയ്യാൻ. അപ്പൊ അവിടെ പോയിന്റ് അടിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ഭാഗമാണ് പോയിന്റുള്ള ഭാഗം. അതുകൊണ്ട് പോയിന്റ് അല്ലെങ്കിൽ സ്വിച്ച് എന്താ പറയാ, പോയിന്റ് അല്ലെങ്കിൽ സ്വിച്ച് എന്നുള്ള. ഇവിടെ ക്രോസിംഗ്, ഈ കാണുന്ന ഭാഗത്താണ് ക്രോസിംഗ്. ഇവിടുന്നാണ് സ്ട്രൈറ്റ് ട്രാക്കിലേക്കും ഈ കാണുന്ന ബ്രാഞ്ച് ലൈനിലേക്കും മെയിൻ ലൈനിലേക്കും ബ്രാഞ്ച് ലൈനിലേക്കും പോകാനുള്ള അറേഞ്ച്മെന്റ്സ് ഉള്ളത്. അപ്പൊ അതിനെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി പറയാൻ പോവാണ്. Arrangements which are made from directing the train from main line to branch line or to cross over one track to another track without any obstructions are called points and crossings. ഒരു ട്രാക്കിൽ നിന്ന് വേറെ ട്രാക്കിലേക്ക്, ഒരു മെയിൻ ലൈനിൽ നിന്ന് ബ്രാഞ്ച് ലൈനിലേക്ക് പോകാൻ ആവശ്യമായ അറേഞ്ച്മെന്റ്സുകളെയാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് എന്ന് പറയുന്നത് അല്ലെ. പോയിന്റ് ട്രെയിനിന്റെ ഒരു ട്രാക്കിൽ നിന്ന് വേറെ ട്രാക്കിലേക്ക് പോവുകയും ക്രോസിംഗിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ വീലിന്റെ ഫ്ലാഞ്ചുകൾക്ക് പോകാൻ ആവശ്യമായ ഗ്യാപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം വീലിന്റെ ഫ്ലാഞ്ച് അല്ലെ, കോഡിംഗ് ഓഫ് വീലൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യം. അപ്പൊ അതിനകത്ത് വീലിന്റെ ഫ്ലാഞ്ച് റൈഡിന്റെ ഇന്റർ ഫേസിനകത്തുകൂടെയാണ് അല്ലെ, റൈഡിന്റെ ഇന്റർഫേസിലാണ് ഫ്ലാഞ്ചസ് ടച്ച് ചെയ്യുന്നത്. പക്ഷെ ഫ്ലാഞ്ച് കൂടുതലും ഇന്റർഫേസ് ചെയ്യുന്നത് റൈഡിന്റെ ഇന്റർഫേസുമായിട്ടാണ് അല്ലെ. അപ്പൊ ഫ്ലാഞ്ചസിന് പോകാനുള്ള ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണ് ക്രോസിംഗ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ അടുത്തൊരു പോയിന്റായി പറയുന്നത്. പോയിന്റ്സ് ആർ റിക്വയർഡ് ഫോർ ഡൈവേർട്ടിംഗ് ട്രെയിൻ ഫ്രം വൺ ട്രാക്ക് ടു അനദർ while crossing provide the required gap between the rides to be crossed to enable wheel flanges pass through the gap. അല്ലെ, വീലിന്റെ ഫ്ലാഞ്ചസിന് പോകാനുള്ള ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പോയിന്റ് ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് പോകാനും ക്രോസിംഗ് വേണ്ട ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കോളൂ, ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇവിടെ ഒരു മെയിൻ ലൈൻ, ഇതൊരു സ്ട്രൈറ്റ് മെയിൻ ലൈൻ ഉണ്ട്. ഇവിടെ ഒരു ബ്രാഞ്ച് ലൈനിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ബ്രാഞ്ച് ലൈൻ എവിടെയാ, മെയിൻ ലൈനിന്റെ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്നും, അതേപോലെ തന്നെ അടുത്തൊരു ചിത്രത്തിനകത്തോടെ ഒരു മെയിൻ ലൈൻ പോകുന്നുണ്ട്, ബ്രാഞ്ച് ലൈൻ റൈറ്റ് ഹാൻഡ് സൈഡാണ് അല്ലെ. അപ്പൊ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡാണ് ബ്രാഞ്ച് ലൈൻ, അതുകൊണ്ട് ഇതിനെ റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്നുള്ള വാക്കാണ് പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ട്, റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട്. അപ്പൊ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് ആണ് ടേൺ ഔട്ട് എന്നുള്ള വാക്ക്. എവിടെയും ഉണ്ടാവും, ഇവിടെ പോയിന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെയാണ് ക്രോസിംഗ്. അപ്പൊ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിന് കോമ്പിനേഷനെ പറഞ്ഞ പേരാണ് ടേൺ ഔട്ട് എന്നുള്ള വാക്കാണ്. പോയിന്റ്സ് ആൻഡ്
കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിനെ പറഞ്ഞ പേരാണ് ടേൺ ഔട്ട് എന്നുള്ള വാക്ക്. കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിനെയാണ് ടേൺ ഔട്ട് എന്നുള്ള വാക്ക്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ടേംസ് ആണ്. അതിനകത്ത് ഇവിടെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഫിക്സ്ഡ് റൈലുകൾ അല്ലെ, സ്റ്റോക്ക് റെയിൽ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് റെയിലിനകത്താണ് ഇവിടെ നോക്കിക്കോളൂ, ഇതൊരു ടാപ്പറിംഗ് റെയിലാണ്. ഇവിടെയും ഒരു ടാപ്പറിംഗ് റെയിലുണ്ട്, ഇവിടെയും ഒരു ടാപ്പറിംഗ് റെയിലുണ്ട് അല്ലെ. ആ ടാപ്പറിംഗ് റെയിലിന്റെ പ്രത്യേകത ഇവിടം മുതൽ ഇവിടം വരെ മാത്രമാണ് ടാപ്പറിംഗ് പോർഷൻ. ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും സാധാരണ റെയിൽ സെക്ഷൻ തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ടാപ്പറിംഗ് റെയിലിന്റെ ടങ്ക് റെയിൽ എന്നുള്ള വാക്ക് വായിക്കുന്നത്. ടാപ്പറിംഗ് റെയിലിന്റെ ടങ്ക് റെയിൽ എവിടെയാ? ഇവിടുന്ന് ഈ പോയിന്റ് മുതൽ ഇവിടം വരെയാണ് ടാപ്പറിംഗ് പോർഷൻ നിൽക്കുന്നത്. അപ്പൊ ടാപ്പറിംഗ് റെയിലിന്റെ ടങ്ക് റെയിൽ എന്ന് പറഞ്ഞു. ആ ടങ്ക് റെയിലിന്റെ ഈ ഒരു എൻഡ് മൂവബിൾ എൻഡാണ്, ഇതൊരു ഫിക്സ്ഡ് എൻഡാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മാത്രം, 2 ഡെഫിനിഷൻ മാത്രം ഞാൻ ഈ കാണുന്ന സ്ലൈഡിൽ പറഞ്ഞു. ഒന്ന് സ്റ്റോക്ക് റെയിൽ. സ്റ്റോക്ക് റെയിൽ എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് സ്ട്രൈറ്റ് റെയിലാണ്, അതിനകത്താണ് ടങ്ക് റെയിൽ വന്ന് ഫിറ്റ് ആവുന്നത് അല്ലെ. ഇവിടെ നോക്കി കാണാം, ഈ സ്റ്റോക്ക് റെയിലിന്റെ വെബ് പോർഷനകത്ത് ടങ്ക് റെയിൽ വന്ന് ചേർന്ന് നിൽക്കുന്നുണ്ട് അല്ലെ. ഇവിടെ ഏതാ ഗ്യാപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. സ്റ്റോക്ക് റെയിൽ എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ട്രാക്ക് റെയിൽ അലോങ് വിച്ച് ടങ്ക് റെയിൽ ഫിറ്റ്സ്. ടങ്ക് റെയിലിന്റെ പ്രത്യേകത ടാപ്പേർഡ് റെയിലാണ്, അതിനകത്ത് ടോയ് എന്ന് പറയുന്ന ഒരു എൻഡിലും മറ്റേ എൻഡിലെ ഹീലുമാണ്. അതാണ് ടങ്ക് റെയിലുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്റ്റോക്ക് റെയിലും ടങ്ക് റെയിലുമായി ബന്ധപ്പെട്ട് പറയുന്ന 2 ഡെഫിനിഷനുകൾ. ഇനി നോക്കിക്കോളൂ, ഈ ടങ്ക് റെയിലിന്റെ മൂവബിൾ എൻഡ് അല്ലെങ്കിൽ ടാപ്പറിംഗ് റെയിൽ, ടങ്ക് റെയിൽ എന്ന് പറഞ്ഞാൽ ടാപ്പറിംഗ് റെയിലാണ്, അതിന്റെ മൂവബിൾ എൻഡ് വരുന്ന ടോയാണ്. ഇവിടെ നോക്കിക്കോളൂ, ഈ 2 തമ്മിൽ കണക്ട് ചെയ്തിട്ട് സ്ട്രെച്ചർ ബാർ എന്നാണ് പറയുന്നത്. സ്ട്രെച്ചർ ബാർ, ഈ കാണുന്ന ടോയും ഇവിടെ ഇപ്പൊ ഇതിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ട് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിന് പാരലായിട്ട് ഈ കാണുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ബോക്സ് കാണാറുണ്ട്, ഒരു വൈറ്റ് ബോക്സ് അല്ലെ. അതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുന്നത്തെ ഒരു ഇതിലാണെങ്കിൽ നമുക്കറിയാം, അവിടെ ഒരു ലിവർ പോലെ വലിക്കുന്നു അല്ലെ, പോയിന്റ് അടിക്കുക എന്നാണ് പറയുന്നത്, പോയിന്റ് അടിക്കുക. അപ്പൊ ഇന്നിപ്പോ ചെയ്യുന്നത് അത് സ്റ്റേഷൻ കൺട്രോളർ ആണ്. ഈ കാണുന്ന സ്വിച്ചിങ് അറേഞ്ച്മെന്റ്സ്, പോകുന്ന ട്രാക്കിനുള്ള സ്വിച്ചിങ് അറേഞ്ച്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേഷൻ പരിധി ബ്ലോക്ക് സ്റ്റേഷനിലായി തിരിച്ചിട്ടുണ്ടാവും. ആ ബ്ലോക്ക് സ്റ്റേഷൻ എങ്ങനെയാ, പാലക്കാട് ടു പറളി എന്ന് പറയുന്നൊരു ബ്ലോക്ക് സ്റ്റേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 ബ്ലോക്ക് സ്റ്റേഷനുകൾക്കിടയ്ക്കാണ് ഈ പറഞ്ഞ അറേഞ്ച്മെന്റ്സുകളെല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ നോക്കിക്കോളൂ, ഈ ടാപ്പറിംഗ് റെയിലിനകത്ത് ടാപ്പറിംഗ് റെയിലിനകത്ത് മൂവബിളായിട്ടുള്ള എൻഡിനെ ടോയ് എന്നും നമ്മൾ ഏതാ ഫിക്സ്ഡ് റെയിലുമായിട്ട് മറ്റൊരു ഫിക്സ്ഡ് റെയിലുമായിട്ട് ഫിക്സ് ചെയ്യുന്നതിനെ ഹീൽ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഹീൽ പോർഷൻ നിന്ന് ഇവിടെ ഞാൻ വേറൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, നോസ് ഓഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തത്. നോസ് ഓഫ് ക്രോസിംഗ് അല്ലേ, ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഒരു മെയിൻ ലൈനിന്റെ ഒരു ട്രാക്കും ഇവിടെ ഒരു ബ്രാഞ്ച് ലൈനിന്റെ ട്രാക്കും. ഈ ബ്രാഞ്ച് ലൈനിന്റെ ട്രാക്കും ഈ മെയിൻ ലൈനിന്റെ ട്രാക്കും 2 കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നോസ് ഓഫ് ക്രോസിംഗ്. മെയിൻ ലൈനിന്റെ ഈ റെയിലും ബ്രാഞ്ച് റെയിലിന്റെ ഈ കാണുന്ന റെയിലും 2 കൂടി ഒരു പോയിന്റ് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അതിനാണ് നോസ് ഓഫ് ക്രോസിംഗ് എന്നുള്ള വാക്ക്. അപ്പൊ ഈ ഹീൽ പോർഷൻ നിന്ന് ഈ നോസ് ഓഫ് ക്രോസിംഗിലേക്ക് കൊണ്ടുപോകുന്ന റെയിൽ, ഹീൽ പോർഷൻ നിന്ന് നോസ് ഓഫ് ക്രോസിംഗിലേക്ക് കൊണ്ടുപോകുന്ന ഈ റെയിലിനെ പറഞ്ഞ പേരാണ് ലീഡ് റെയിൽ. ഈ ഒരു 3 ഡെഫിനിഷനാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ടോയ് എന്ന് പറയുന്നത് മൂവബിൾ എൻഡ് ഓഫ് ദ ടാപ്പേർഡ് ടങ്ക് റെയിലാണ്. ഹീൽ എന്ന് പറയുന്നത് എവിടെയാ, ഈ പറഞ്ഞ ഇതുമായിട്ട് ലീഡ് റെയിലുമായിട്ട് ഫിക്സ് ചെയ്യുന്ന ഭാഗമാണ് ഹീൽ ടാപ്പറിംഗ് റെയിലിന്റെ. അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞ റെയിലിന്റെ അതേ സെക്ഷനാണ്, ഹീൽ പോർഷൻ മുതൽ റെയിലിന്റെ അതേ സെക്ഷനാണ്, ഈ കാണുന്ന അതേ റെയിൽ സെക്ഷൻ തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ടോയും ഹീലും. ഇനി അതേപോലെ തന്നെ ഹീൽ പോർഷൻ നിന്ന് നോസ് ഓഫ് ക്രോസിംഗിലേക്ക് കൊണ്ടുപോകുന്ന റെയിലാണ് ലീഡ് റെയിൽ. ഹീൽ പോർഷൻ നിന്നും നോസ് ഓഫ്, അപ്പൊ ലീഡ് ദ ട്രെയിൻ ഫ്രം ഹീൽസ് ടു ദ ടങ്ക് റെയിൽ ടു ദ നോസ് ഓഫ് ക്രോസിംഗ്. ഇതാണ് ലീഡ് റെയിൽ എന്നുള്ള വാക്കും പറയുന്നത്. ഇനി ഇവിടെ നോക്കിയോളൂ, ഈ കാണുന്ന ലീഡ് റെയിലിനെ ഇവിടെ പ്രധാനമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മെയിൻ ട്രാക്കിന്റെ ഈ കാണുന്ന റെയിൽ പോയിന്റ് റെയില് ഏതാ, ഇത് ബ്രാഞ്ച് ട്രാക്കിന്റെ റെയിലാണ്. അപ്പൊ ഇവിടെ മെയിൻ ട്രാക്കിന്റെ ഈ റെയിലിനെ പോയിന്റ് റെയിൽ എന്നും ബ്രാഞ്ച് ട്രാക്കിന്റെ റെയിലിനെ സ്പ്ലൈസ് റെയിലുണ്ട്. ഈ 2 കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നോസ് ഓഫ് ക്രോസിംഗ് എന്ന് പറയും. അപ്പോൾ മെയിൻ ട്രാക്കിന്റെ റെയിലാണ് പോയിന്റ് റെയില്, ബ്രാഞ്ച് ട്രാക്കിന്റെ റെയിലാണ് സ്പ്ലൈസ് റെയിൽ. ഓക്കെ, ആ 2 വാചകം മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. റെയിൽ ഓഫ് ദ മെയിൻ ട്രാക്ക് വിച്ച് ഫോംസ് ദ വൺ സൈഡ് ഓഫ് ദ നോസ് ഓഫ് ക്രോസിംഗ്, അതുപോലെ തന്നെ റെയിൽ ഓഫ് ദ ബ്രാഞ്ച് ട്രാക്ക് അല്ലെ വിച്ച് മീറ്റ്സ് ദ പോയിന്റ് റെയിൽ ആൻഡ് ദ നോസ് ഓഫ് ക്രോസിംഗ്. ഇതാണ് സ്പ്ലൈസ് റെയിൽ എന്നുള്ള വാക്ക്. അതേപോലെ തന്നെ വിങ് റെയിൽ, ഈ കാണുന്ന ലീഡ് റെയില് ഇതിനെ ഞാൻ ബെൻഡപ്പ് ചെയ്യുന്നുണ്ട്. എവിടെയാ, ഇൻ ഫ്രണ്ട് ഓഫ് ദ നോസ് ഓഫ് ക്രോസിംഗിന് മുന്നിൽ വെച്ചിട്ട് ലീഡ് റെയിലിനെ ഞാൻ ഇതിന്റെ ബെൻഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലീഡ് റെയിലിനെ ലീഡ് റെയിലിനെ ബെൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കാണുന്ന റെയിലിനെ പറഞ്ഞ പേരാണ് വിങ് റെയിൽ എന്നുള്ള വാക്ക്. ബെൻഡപ്പ് ലെങ്ത് ഓഫ് ലീഡ് റെയിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ നോസ് ഓഫ് ക്രോസിംഗ് അല്ലെ. എന്തിനായിരിക്കും
ആ കാണുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയോളൂ, ഞാൻ തൊട്ട് മുന്നേ ഇവിടെ നോക്കിയോളൂ, ഈ കാണുന്ന ലൈനിലൂടെ ഇപ്പൊ ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്കറിയാം ഇത് ഈ വീൽ ഇന്നർ അതായത് വീലിന്റെ ഫ്ലാഞ്ച് ഈ കാണുന്ന റെയിലും ഈ കാണുന്ന റെയിലും, അപ്പൊ ഇവിടുന്ന് ഈ ഇങ്ങനെ ഈ ഇന്നർ വീലിന്റെ ഫ്ലാഞ്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇന്നർ സർഫസിലൂടെ പോകുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത ഒരു പോയിന്റിലേക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ ആ കാണുന്ന ഗ്യാപ്പിലേക്ക് ചാടുന്ന സമയത്ത് വാഗൺ ചിലപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കും അല്ലെ. ഇവിടെ നോക്കുക എങ്ങനെയാ, ഈ കാണുന്നതിലൂടെ വീലിന്റെ ഇന്നർ ഫ്ലാഞ്ച് റെയിലുകളുടെ ഇന്നർ റെയിലിന്റെ ഇന്റർഫേസിലൂടെയാണ് പോകുന്നത്, റെയിലുകളുടെ ഇന്റർഫേസിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ ഇന്റർഫേസിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പോയിന്റിനും ഈ കാണുന്ന ലീഡ് റെയിലിനും ഈ പോയിന്റ് റെയിലിനും വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ കാണുന്ന ഗ്യാപ്പ് പെട്ടെന്ന് ചാടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്താ വെച്ചാൽ ലീഡ് റെയിലിനെ ഇങ്ങനെ ബെൻഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലീഡ് റെയിലിനെ നോസ് ഓഫ് ക്രോസിങ്ങിന് മുന്നേ ബെൻഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് വിങ് റെയിൽ എന്നുള്ള വാക്ക് പറയുന്നത്. ലീഡ് റെയിലിനെ അങ്ങനെ മുന്നിലേക്ക് വെച്ചിട്ട് അതിനെ വിങ് റെയിൽ എന്ന് പറയും. ബെൻഡപ്പ് ലെങ്ത് ഓഫ് ലീഡ് റെയിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ നോസ് ഓഫ് ക്രോസിംഗ് വിച്ച് ആർ പ്രൊവൈഡഡ് ഫോർ ചാനലൈസിംഗ് ദ വീൽ ഫ്ലാഞ്ചസ് ടു ദെയർ പ്രോപ്പർ റൂട്ട്. ആ പ്രോപ്പർ റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇവിടേക്ക് ചാടുന്ന സമയത്ത് ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ചാടുന്ന സമയത്ത് ഇങ്ങനെ പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കയറി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് വിങ് റെയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കോളൂ, ഈ പോയിന്റ് റെയിലും സ്പ്ലൈസ് റെയിലും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ കാണുന്ന ആംഗിളിനെ പറഞ്ഞ പേരാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ് അറിയാം. പോയിന്റ് റെയിലും അതുപോലെ തന്നെ സ്പ്ലൈസ് റെയിലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ പറഞ്ഞ പേരാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ് എന്ന് പറയാം. ആംഗിൾ ബിറ്റ്വീൻ ദ പോയിന്റ് റെയിൽ ആൻഡ് ദ സ്പ്ലൈസ് റെയിൽ ഓഫ് എ ക്രോസിംഗ് എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കിയോളൂ, ഇവിടെ ഈ ടങ്ക് റെയിലും അതുപോലെ തന്നെ ലീഡ് റെയിലും രണ്ടും കൂടി ഇവിടെ വെച്ചിട്ടാണ് ബോൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാസ്റ്റൈൻ്റെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഈ കാസ്റ്റൈൻ്റെ ബ്ലോക്കിനെ പറഞ്ഞ പേരാണ് ഹീൽ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഏതാ, ടങ്ക് റെയിലും അല്ലെ ടങ്ക് റെയിലിന്റെ ഹീൽ പോർഷനും ലീഡ് റെയിലും തമ്മിൽ ബോൾട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ ടങ്ക് റെയിലും ലീഡ് റെയിലും രണ്ടും ബോൾട്ട് ചെയ്യുന്ന വെച്ചിട്ടാ ഒരു ഹീൽ ബ്ലോക്കിനകത്ത് വെച്ചിട്ടാണ് രണ്ടും കൂടി ബോൾട്ട് ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെ ഈ കാണുന്ന ക്ലിയറൻസ് ഏതാ, വീലിന്റെ ഇന്നർ ഫേസ് പോകുന്ന വീലിന്റെ ഫ്ലാഞ്ചസ് പോകുന്ന ഈ റെയിലിന്റെ ഈ ഇന്നർ ഫേസിലൂടെ. അപ്പോ അതുകൊണ്ട് നമുക്ക് പറയാം ഗേജ് ഫേസസ് എന്നുള്ള അർത്ഥം കൂടി പറയാം, ഗേജ് ഫേസസ് എന്നുള്ള കേട്ടോ. അപ്പൊ ഈ കാണുന്ന പോയിന്റ് മുതൽ ഈ കാണുന്ന പോയിന്റ് വരെ ഹീൽ പോർഷന്റെ അല്ലെ, ഈ ഒരു ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് ഹീൽ ഡൈവർജൻസ് അല്ലെങ്കിൽ ഹീൽ ക്ലിയറൻസ് എന്ന് പറയാം. റണ്ണിംഗ് ഫേസ് ഓഫ് സ്റ്റോക്ക് റെയിലും ഗേജ് ഫേസ് ഓഫ് ടങ്ക് റെയിലും ഈ കാണുന്ന ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് ഹീൽ ഡൈവർജൻസ് അല്ലെങ്കിൽ ഹീൽ ക്ലിയറൻസ് എന്നുള്ള വാക്ക്. ഹീൽ ഡൈവർജൻസ് അല്ലെങ്കിൽ ഹീൽ ക്ലിയറൻസ് ഇത് ബ്രോഡ് ഗേജിനെ സംബന്ധിച്ചിടത്തോളം 133 mm ഉണ്ടാവും. 13.3 സെന്റിമീറ്റർ ആണ് ഈ കാണുന്ന ഗ്യാപ്പ് ഉണ്ടാവുക ബ്രോഡ് ഗേജ് ട്രാക്കിന്. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കാസ്റ്റൈൻ ബ്ലോക്ക് ടു വിച്ച് ടങ്ക് റെയിൽ ആൻഡ് ലീഡ് റെയിൽ ബോത്ത് ബോൾട്ടഡ് ടു ദെയർ റെസ്പെക്റ്റീവ് സ്റ്റോക്ക് റെയിൽ. അതുപോലെ തന്നെ ഹീൽ ഡൈവർജൻസ് അല്ലെങ്കിൽ ഹീൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റണ്ണിംഗ് ഫേസ് ഓഫ് സ്റ്റോക്ക് റെയിൽ ആൻഡ് ഗേജ് ഫേസ് ഓഫ് ടങ്ക് റെയിൽ. അത് ബ്രോഡ് ഗേജിനെ സംബന്ധിച്ചിടത്തോളം 133 mm ആണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കിയോളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ കാണുന്ന ട്രാക്കിലൂടെ വരുന്ന സമയത്ത് ഇവിടുന്ന് ഇതിലൂടെ തന്നെ വരുന്നത് ഇവിടുന്ന് ഇവിടേക്ക് ചാടുന്ന സമയത്ത് ഈ കാണുന്ന ഭാഗത്തേക്ക് പോവാതിരിക്കാൻ വാഗൺസ് സ്പ്രെഡ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഈ ലീഡ് റെയിലിനെ ബെൻഡപ്പ് ചെയ്തു, അതുകൊണ്ട് വിങ് റെയിൽ എന്ന് പറയുന്നു അല്ലെ. അതേപോലെ ഇവിടെ ഈ ക്രോസിങ്ങിന് ഓപ്പോസിറ്റ് സൈഡ് തിരിച്ച് അപ്പൊ ഇവിടെ ബ്ലോക്ക് ആവില്ല. പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇതിലേക്ക് കയറുന്ന സമയത്ത് വാഗൺസ് ഇതിനകത്ത് ഇവിടെ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് കയറില്ല. പക്ഷെ വേറൊരു ടെൻഡൻസി ഉണ്ടാവും, ഇത് നോസ് ഓഫ് ക്രോസിംഗിലേക്ക് കയറാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഈ ക്രോസിംഗിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു അഡീഷണൽ റെയിൽ പാരലായിട്ട് സ്റ്റോക്ക് റെയിലിന് കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറഞ്ഞ പേരാണ് ചെക്ക് റെയിൽ എന്നുള്ള വാക്ക് പറയുന്നത്. ചെക്ക് റെയിൽ അതായത് പ്രൊവൈഡഡ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ക്രോസിംഗ്. ഇവിടെയാണ് ക്രോസിംഗിന് ഓപ്പോസിറ്റ് സൈഡ് ഒരു അഡീഷണൽ റെയിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തിനാ, ഈ പറഞ്ഞ ഔട്ടർ വീൽ എവിടേക്ക് കയറാതിരിക്കാനാ, ക്രോസിംഗിലേക്ക് കയറാതിരിക്കാനാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് കയറില്ല, പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ തന്നെ കയറി വരാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അതായത് ഔട്ടർ വീൽ എവിടെ ക്രോസിംഗിലേക്ക് കയറാതിരിക്കാനാണ് ചെക്ക് റെയിൽ കൊടുക്കുന്നത്. പ്രൊവൈഡഡ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ക്രോസിംഗ് ഫോർ ചെക്കിംഗ് ദ ടെൻഡൻസി ഓഫ് ഔട്ടർ വീൽ ടു ക്ലൈംബ് ഓവർ ദ ക്രോസിംഗിലേക്ക് കയറാതിരിക്കാനാണ് ചെക്ക് റെയിൽ കൊടുത്തിരിക്കുന്നത്.
അതേപോലെ ഈ കാണുന്ന ചെക്ക് റെയിലും ഏതാ ഇവിടെ അതിന് മുന്നേ വരട്ടെ, ഈ വിങ് റെയിലും ഇവിടെ കാണിച്ചിട്ടുണ്ട് ക്രോസ് വിങ് റെയിലും ഏതാ വിങ് റെയിൽ, ഈ കാണുന്ന വിങ് റെയിലും ഈ പോയിന്റിങ്ങിന് കാരണമാവുന്ന പോയിന്റ് ട്രാക്ക് ആവാം, പോയിന്റ് റെയിൽ ആവാം, ബ്രാഞ്ച് റെയിൽ ആവാം. അതിനിടയ്ക്കുള്ള ഈ ക്ലിയർ ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് ക്രോസിംഗ് ക്ലിയറൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഏതാ വിങ് റെയിലും ക്രോസിംഗിന് കാരണമാവുന്ന റെയിൽ, അത് പോയിന്റ് റെയിൽ ആവാം, സ്പ്ലൈസ് റെയിൽ ആവാം. അതിനിടയ്ക്കുള്ള ഈ ക്ലിയർ ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് ക്രോസിംഗ് ക്ലിയറൻസ്. ഈ വിങ് റെയിലും ക്രോസിംഗിന് കാരണമാവുന്ന റെയിൽ പോയിന്റ് റെയിൽ ആവാം, സ്പ്ലൈസ് റെയിൽ ആവാം. അതാണ് ക്രോസിംഗ് ക്ലിയറൻസ് പറയാം, ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വിങ് റെയിൽ ആൻഡ് ദ ക്രോസിംഗ് റെയിൽ. അതേപോലെ തന്നെ ഈ ചെക്ക് റെയിലും സ്റ്റോക്ക് റെയിലും തമ്മിലുള്ള ഈ ക്ലിയർ ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് ഫ്ലാഞ്ച് വേ ക്ലിയറൻസ് പറയാം. ചെക്ക് റെയിലും അതേപോലെ തന്നെ സ്റ്റോക്ക് റെയിലും ഇടയിലുള്ള ക്ലിയറൻസ് ആണ്, ഡിസ്റ്റൻസിനെ പറഞ്ഞ പേരാണ് ഫ്ലാഞ്ച് വേ ക്ലിയറൻസ് പറയാം. അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 60 mm ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസന്റ് ഫേസ് ഓഫ് സ്റ്റോക്ക് റെയിൽ ആൻഡ് ചെക്ക് റെയിൽ ആൻഡ് ഇറ്റ്സ് മിനിമം വാല്യൂ ഇസ് 60 mm. അല്ലെ, ഇവിടെ നോക്കിക്കോളൂ, ഈ ടോയും ഈ സ്റ്റോക്ക് റെയിലും തമ്മിൽ ഇവിടെ ക്ലിയറൻസ് ആണ്. അല്ലെ, ടോയും ഈ സ്റ്റോക്ക് റെയിലും തമ്മിൽ ഇവിടെയുള്ള ഈ കാണുന്ന ഡിസ്റ്റൻസിനെയാണ് ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയും. അത് ബ്രോഡ് ഗേജിനെ സംബന്ധിച്ചിടത്തോളം 95 mm ആണ്. ബ്രോഡ് ഗേജിനെ സംബന്ധിച്ചിടത്തോളം 95 mm ആണ്. ബ്രോഡ് ഗേജിനെ സംബന്ധിച്ചിടത്തോളം 95 mm ആണ്. ഇവിടെ നോക്കിക്കോളൂ, ഈ ടോ അതായത് ടങ് റെയിലിന്റെ ടോ എവിടെയാ, ഈ സ്റ്റോക്ക് റെയിലിന്റെ വെബിനകത്ത് കയറി നിൽക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ടങ് റെയിലും സ്റ്റോക്ക് റെയിലും തമ്മിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് സ്വിച്ച് എന്നുള്ള വാക്ക് പറയാം, ആംഗിൾ ഓഫ് സ്വിച്ച്. ഇവിടെ ഡിസ്റ്റൻസ് ആണ്, ഇതിനെ ത്രോ ഓഫ് സ്വിച്ച് പറഞ്ഞ് ഇവിടെ ആംഗിൾ ഓഫ് സ്വിച്ച് എന്നുള്ള വാക്ക് പറയുന്നത്. അത് തന്നെയാണ് ഈ ഡെഫിനിഷനകത്ത് പറഞ്ഞത്. ഇവിടെ നോക്കിക്കോളൂ, ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഏതാ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റണ്ണിംഗ് ഫേസ് ഓഫ് സ്റ്റോക്ക് റെയിൽ ആൻഡ് ദ ടോ ഓഫ് ദ ടങ് റെയിൽ. സ്റ്റോക്ക് റെയിലും ടോ ഓഫ് ദ ടങ് റെയിലും തമ്മിലുള്ള ഈ കാണുന്ന ഡിസ്റ്റൻസിനെയാണ് ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഏതാ, അത് എത്ര, 95 mm ഫോർ ബ്രോഡ് ഗേജ്, 89 mm ഫോർ മീറ്റർ ഗേജ്. അല്ലെ, ഈ ടോയും ഈ സ്റ്റോക്ക് റെയിലും അല്ലെ ടങ് റെയിലും ഈ സ്റ്റോക്ക് റെയിലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് സ്വിച്ച് അല്ലെങ്കിൽ സ്വിച്ച് ആംഗിൾ എന്ന് പറയാം. അത് തന്നെയാണ് ആംഗിൾ സബ്റ്റൻഡ് ബിറ്റ്വീൻ ദ ഗേജ് ഫേസ് ഓഫ് സ്റ്റോക്ക് റെയിൽ ആൻഡ് ദ ടോ ഓഫ് ദ ടങ് റെയിൽ എന്ന് പറയുന്നതാണ് സ്വിച്ച് ആംഗിൾ എന്നുള്ള വാക്ക് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഇതൊരു ബ്രിഡ്ജാണ് അല്ലെ. ആ ബ്രിഡ്ജിനകത്ത് ഇവിടെ നോക്കിക്കോളൂ, ബ്രിഡ്ജിന്റെ ത്രൂ ഔട്ട് ലെങ്തിനകത്ത് ഇങ്ങനെ ഒരു റെയിൽ പോകുന്നുണ്ട് അല്ലെ. ഇവിടെ നോക്കിക്കോളൂ, എങ്ങനെയാ, സ്റ്റോക്ക് റെയിലിന് പാരലായിട്ട് 2 അഡീഷണൽ റെയിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് റെയിലിന്റെ പാരലായിട്ട് 2 അഡീഷണൽ റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ആ പാലം കഴിയുന്ന സമയത്ത് ഇങ്ങനെ ട്രയാങ്കിൾ ആക്കി ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഉണ്ടാവും അല്ലെ. ഇവിടെ മാത്രമല്ല നമ്മൾ കണ്ടിട്ടുണ്ടാവും ലെവൽ ക്രോസിംഗിനകത്തും ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ട്രാക്കും സ്ട്രൈറ്റ് റെയിൽ സ്റ്റോക്ക് റെയിൽ കാണാൻ അതിന്റെ പാരലായിട്ട് 2 അഡീഷണൽ റെയിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കിക്കോളൂ, ഈ കാണുന്ന ലെവൽ വരെയുള്ള ഫോർമേഷൻ അല്ല ഈ പാലത്തിന്റെ അവിടെ എത്തിയാൽ വരുന്ന ഫോർമേഷൻ അല്ലെ. ഇത് നമുക്കറിയാം നേരിട്ട് ഗ്രൗണ്ടിലേക്കാണ്, ഇത് പ്രിപ്പയർഡ് ഫോർമേഷൻ ആണ് അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പാലത്തിന്റെ ഗഡറിലേക്കാണ് ഇനി ഇവിടുന്ന് ലോഡ് ട്രാൻസ്ഫർ. അപ്പൊ 2 ഭാഗത്തെയും മെറ്റീരിയലിനകത്തുള്ള വ്യത്യാസമുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഗഡറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ആ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ജെർക്കിങ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഡീറെയിൽമെന്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡീറെയിൽമെന്റ് പാളം തെറ്റുന്നൊരു, അപ്പൊ ഡീറെയിൽമെന്റ് ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്ന റെയിലാണ് ഗാർഡ് റെയിൽ എന്നുള്ള വാക്ക് പറയുന്നത്. ഗാർഡ് റെയിൽ എന്ന് പറയാം. എവിടെയൊക്കെ ലെവൽ ക്രോസിംഗിനകത്ത് അല്ലെങ്കിൽ ബ്രിഡ്ജസിനകത്ത് ഡീറെയിൽമെന്റ് വരാതിരിക്കാൻ വേണ്ടി 2 അഡീഷണൽ റെയിലുകൾ കൊടുക്കുന്നുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ഗാർഡ് റെയിൽ എന്ന് പറയാം. Additional rail provided over the bridge or level crossing to prevent the damage and danger in case of derailment over the bridge. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്ന ക്രോസിംഗ് വരുന്നത് അല്ലെ. പോയിന്റ് ഇവിടെയാണ് പോയിന്റ് അല്ലെ, അത് കഴിഞ്ഞിട്ടാണ് ക്രോസിംഗ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ ഫേസിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നു. അതായത് ട്രെയിൻ ഫസ്റ്റ് പാസസ് ഓവർ സ്വിച്ചസ് എന്ന അറേഞ്ച്മെന്റ്സ് ആണ്. സ്വിച്ച് അല്ലെ, ഞാൻ പറഞ്ഞ നേരത്തെ ബോക്സ് ഉള്ള അറേഞ്ച്മെന്റ് സ്വിച്ചസ് എന്നുള്ള വാക്ക് വരും കേട്ടോ. ഫസ്റ്റ് ട്രെയിൻ പാസസ് ഓവർ സ്വിച്ചസ് ആൻഡ് ദെൻ പാസ് ഓവർ ക്രോസിംഗ്. അതിനുശേഷമാണ് ക്രോസിംഗിലേക്ക് കടക്കുന്നത്. അതുകൊണ്ടാണ് ഫേസിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. തിരിച്ച് രണ്ടാമത്തെ ഫിഗർ നോക്കിക്കോളൂ, ഇവിടെ ഏതാ, ആദ്യം ക്രോസിംഗ് ആണ്. ക്രോസിംഗ് കഴിഞ്ഞിട്ടാണ് എവിടേക്ക് പോകുന്നത്, പോയിന്റിലേക്ക് പോകുന്നത് അല്ലെ. ക്രോസിംഗ് കഴിഞ്ഞിട്ടാണ് പോയിന്റിലേക്ക് പോകുന്നതെങ്കിൽ അപ്പൊ തിരിച്ചു വരിക. അപ്പൊ ഇത് പോകുന്ന സമയത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ച് ആദ്യം ക്രോസിംഗ് ആയിരിക്കും, അതിനുശേഷമായിരിക്കും എന്ത് വരിക, പോയിന്റ്സ് വരിക. അതിനാണ് ട്രailing പോയിന്റ്സ് എന്ന് പറയാം. ദീസ് ആർ സച്ച് പോയിന്റ്സ് ഇൻ ദ ട്രാക്ക് വേർ ദ ഫസ്റ്റ് ട്രെയിൻ പാസസ് ഓവർ ദ ക്രോസിംഗ് ആൻഡ് ദെൻ ഓവർ സ്വിച്ചസ്. അപ്പൊ ആദ്യം ക്രോസിംഗിലേക്ക് പോകുന്നു, അതിനുശേഷമാണ് സ്വിച്ചസ് അല്ലെങ്കിൽ പോയിന്റ്സിലേക്ക് പോകുന്നത്.
ഇതാണ് ട്രയലിംഗ് പോയിന്റ് എന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുവിധം പോയിന്റ്സുകളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലെ. ഈ കാണുന്നത് ഒരു മെയിൻ ലൈൻ, ആ മെയിൻ ലൈൻ ഈ സ്ട്രൈറ്റ് റെയിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് റെയിലിനെ പറഞ്ഞാൽ വേണ്ട സ്റ്റോക്ക് റെയിൽ എന്ന് പറയാം. ആ സ്റ്റോക്ക് റെയിലാണ് ഈ ടാപ്പേർഡ് ടങ് റെയിൽ ഫിറ്റ് ആവുന്നത് അല്ലെ. ടാപ്പേർഡ് ടങ് റെയിലിന്റെ മൂവബിൾ എൻഡിനെ ടോ എന്നും ഫിക്സ്ഡ് എൻഡിനെ ഹീൽ എന്നും പറയും അല്ലെ. അപ്പൊ ഒരു ഭാഗത്ത് ഈ ടങ് റെയിലും ഈ സ്റ്റോക്ക് റെയിലും തമ്മിൽ ആംഗിളാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ ആംഗിൾ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്വിച്ചിങ് അറേഞ്ച്മെന്റ് ഇതുമായി ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത് അല്ലെ. മറ്റേ ഭാഗത്ത് ടോയും ഈ പറഞ്ഞ സ്റ്റോക്കിലും തമ്മിൽ ഒരു ക്ലിയറൻസ് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നു. ഈ ടാപ്പേർഡ് ടങ് റെയില് എവിടെയാ ഇവിടെ വെച്ച് ഈ ടാപ്പേർഡ് ടങ് റെയിലിന്റെ ഹീൽ പോർഷനിൽ നിന്ന് ഈ പോയിന്റ് ആണ് നോസ് ഓഫ് ക്രോസിംഗ്. നോസ് ഓഫ് ക്രോസിംഗിലേക്ക് കൊണ്ടുപോകുന്ന റെയിലാണ് ലീഡ് റെയിൽ എന്നുള്ള വാക്ക് അല്ലെ. ആ നോസ് ഓഫ് ക്രോസിംഗ് അപ്പൊ ലീഡ് റെയിലും ഈ പറഞ്ഞ പോലെ ടങ് റെയിലും തമ്മിൽ ഇവിടെ വെച്ചിട്ടായിരിക്കും ഒരു കാസ്റ്റ് അയൺ ബ്ലോക്ക് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ബോൾട്ട് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ഹീൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഇവിടെയുള്ള ഈ കാണുന്ന ക്ലിയറൻസിനെ പറഞ്ഞ പേരാണ് ഹീൽ ക്ലിയറൻസ് അല്ലെങ്കിൽ ഹീൽ ഡൈവർജൻസ് എന്ന് പറയുന്നത്. അത് 133 mm ആണ് ബ്രോഡ് ഗേജിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ. പിന്നെ ക്രോസിംഗിന് കാണാവുന്ന മെയിൻ ലൈനിന്റെ റെയിലാണ് പോയിന്റ് റെയിൽ, ബ്രാഞ്ച് ട്രാക്കിന്റെ റെയിലാണ് സ്പ്ലൈസ് റെയിൽ. ഈ പോയിന്റ് റെയിലും സ്പ്ലൈസ് റെയിലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ പറഞ്ഞ പേരാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ് എന്നുള്ള വാക്ക്. ആംഗിൾ ഓഫ് ക്രോസിംഗ് എന്നുള്ള വാക്ക്. അതേപോലെ തന്നെ ക്രോസിംഗിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് ഇപ്പൊ മെയിൻ ലൈൻ ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ഇപ്പൊ ഇവിടെ ഓപ്പൺ, ഇത് ബ്രാഞ്ച് ട്രാക്കിലേക്ക് വന്നു. കാരണം ഈ കാണുന്ന ഭാഗത്താണ് ഓപ്പൺ അല്ലെ. അപ്പൊ ഇവിടെ ക്ലോസർ ആയതുകൊണ്ട് ഈ വാഗൺ ഇങ്ങനെ ആയിരിക്കും ഈ കാണുന്ന ഡയറക്ഷനിലേക്ക്. അപ്പൊ ഈ കാണുന്ന പോയിന്റിൽ നിന്ന് തിരിച്ച് ഈ പോയിന്റിലേക്ക് ചാടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള ഇങ്ങനെ ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അത് ഒഴിവാക്കാനാണ് ഇവിടെ ഈ ലീഡ് റെയിലിനെ ബെൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അതിനാണ് വിങ് റെയിൽ എന്ന് പറയും. അപ്പം ഇനി ഇവിടുന്ന് ഏതാ ഈ കാണുന്ന പോയിന്റ് ഇവിടേക്ക് ചാടി ഇനി ഇങ്ങോട്ട് വെന്റാല, കാരണം ഇവിടെ റെയിലുണ്ട്. അതേ സമയത്ത് തിരിച്ച് എങ്ങനെ തന്നെ കയറാം, ചിലപ്പോൾ ക്രോസിംഗിലേക്ക് തന്നെ കയറാനുള്ള ടെൻഡൻസി കാണിക്കാം. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്, ചെക്ക് റെയിൽ കൊടുക്കുന്നത്. അതായത് ഇവിടെയുള്ള വീല് ഇങ്ങോട്ട് കയറാതിരിക്കാൻ, ഈ ഡയറക്ഷനിലേക്ക് പോവാതിരിക്കാനാണ് ഇവിടെ ചെക്ക് റെയിൽ കൊടുക്കുന്നത് കേട്ടോ. ക്രോസിംഗിലേക്ക് ഔട്ടർ വീല് ക്രോസിംഗിലേക്ക് കയറാതിരിക്കാനാണ് ചെക്ക് റെയിൽ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കാം. മിന്നസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.